ഹലോ സഹോദരങ്ങളെ, നമസ്കാരമുണ്ട്. ഞാൻ വീണ്ടും ചെറിയൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം എന്തെന്ന് ചോദിച്ചാൽ വിലക്കയറ്റമാണ്. നമ്മുടെ നാട്ടിലെ വിലക്കയറ്റം എന്താണ് ഇതിന് ഒരു പ്രധാനമായ കാരണം? അതായത് 10 പേരുള്ള ഒരു കുടുംബത്തിലേക്ക് 50 പേരെ കയറ്റുമ്പോൾ അതിൻ്റെതായ ചിലവുകൾ വർദ്ധിക്കുന്നു, ഇല്ലേ? പണ്ട് നമ്മള് 10 പേരെ ഉള്ളായിരുന്നു. ആ 10 പേരുടെ സ്ഥാനത്താണ് ഇപ്പോൾ 50, 100 ഒക്കെ ആളുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ കമ്പോളത്തില് ഈ 10 പേർക്ക് കൊണ്ടുവരുന്ന സാധനങ്ങൾ 50, 100 പേർക്കും വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരുന്നു, ഇല്ലേ? അപ്പൊ അങ്ങനെ കൊടുക്കേണ്ടി വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സമയത്ത് എല്ലാവർക്കും ഭക്ഷണം കിട്ടിയത് വരില്ല. ഭക്ഷണത്തിനുള്ള സാധന സാമഗ്രികൾ എല്ലാം കിട്ടിയെന്ന് വരില്ല. എന്താ കാരണം? നേരത്തെ പറഞ്ഞത് തന്നെ, ഈ 10 പേരുടെ കുടുംബത്തിലേക്ക് 100 പേര് വരുമ്പോൾ ഉണ്ടാകാറുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ് വിഷയം. ഇന്ന് നമ്മള് 10 രൂപയുടെ ഒരു സാധനത്തിന് 100 രൂപ കൊടുത്തിട്ട് വാങ്ങുന്നു, ഇല്ലേ? നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഈ 100 രൂപയുടെ സാധനത്തിന് 1000 രൂപ കൊടുത്താലും നമുക്കത് കിട്ടുവാനില്ല. മലയാളി കുടുങ്ങുവാൻ പോകുന്ന ഇവിടെയാ. ഈ വിലക്കയറ്റം നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് ഈ കേരളത്തിൽ മാത്രം വന്നു ഭവിക്കാനുള്ള കാരണം നമ്മുടെ നാട്ടിലെ ഭരണകൂടങ്ങളുടെ അനാസ്ഥ തന്നെയാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ അവർക്ക് എപ്പോഴും നാട്ടിൽ കലാപം ഉണ്ടാകണം. കലാപവും പ്രശ്നങ്ങളും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. എന്നിട്ട് ആ അനുകമ്പയുടെ പുറത്ത്, ആ അനുശോചനത്തിന്റെ പുറത്ത് അവര് തന്നെ ആരെയെങ്കിലുമൊക്കെ കൊന്നിട്ട് മറ്റാരുടെയെങ്കിലുമൊക്കെ തലയിൽ കെട്ടിവെച്ചിട്ട്, ഈ അനുകമ്പ എന്ന് പറയുന്ന മലയാളിക്ക് ഒരു വലിയ വീക്ക്നെസ്സാ. അവരിങ്ങനെ 10 പേര് പറയുമ്പോ അത് ശരിയായിട്ട് മറ്റുള്ളവർക്ക് തോന്നുകയും ആ തോന്നലിന്റെ അടിസ്ഥാനത്തിൽ അവര് എല്ലാ ഇലക്ഷനുകളിലും ജയിച്ചു കയറുകയും ചെയ്യുന്നു, ഇല്ലേ? ഇതാണ് കമ്മ്യൂണിസത്തിന്റെ. എന്താണ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ? എന്താണ്? അടവ് നയം. ആ അടവ് നയത്തിന്റെ ഭാഗമാണ് ഇന്ന് നമ്മൾ ഈ നാട്ടിൽ കാണുന്ന അരാജകത്വത്തിന്റെ മൂലകാരണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്നും നാട്ടിൽ കലാപവും വിപ്ലവവും പ്രശ്നങ്ങളും സമരങ്ങളും കൊലപാതകങ്ങളും എല്ലാം വേണം. അതിനിടയിലൂടെയാണ് അവർ ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിച്ചിട്ട് രക്ഷപ്പെട്ട്
ഭരണ സ്ഥിര കേന്ദ്രങ്ങളിൽ കയറി പറ്റുന്നു. അപ്പോ ഈ നാടിന്റെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത്, തമിഴ്നാട്ടില് ഇങ്ങനെ ഒരു ജനബാഹുല്യം അവിടെ ഇല്ല. അവിടെയുള്ള ആ നാട്ടിലുള്ളവരെ അവിടെ ഉള്ളൂ. എന്താണ്, അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരനാണ് ഭരിക്കുന്നതെങ്കിലും അവരുടെ നാടിനോട് കൂടുതൽ സ്നേഹമുള്ളവനാണ് അവിടെ ഭരിക്കുന്നത്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് ഒരു തെമ്മാടികൾ കയറാൻ അദ്ദേഹം സമ്മതിക്കത്തില്ല. കേരളത്തിന്റെ സ്ഥിതി എന്താ? എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വർഗീയമായിട്ടും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആക്കി പറയുന്നവനെ ഇല്ലായ്മ ചെയ്യുന്ന സംസ്കാരമാണ് കേരളത്തിൽ കൂടുതലുള്ളത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്നില്ല. കേരളത്തിൽ ഭരിക്കുന്നത് ആരാ? ഞാൻ പറയണോ? അപ്പോൾ ആ ഭരണകൂടത്തിൽ നിന്ന് ഇതൊക്കെയല്ലേ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. എന്തെങ്കിലും ഒരു നന്മ ഈ 10 വർഷത്തിനുള്ളിൽ ഈ കമ്മ്യൂണിസ്റ്റുകാർ ഈ കേരളത്തിൽ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ എന്തെങ്കിലും ഒന്നും ഉണ്ടോ? ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ. ഉണ്ടോ? ഉണ്ടാവില്ല. കമ്മ്യൂണിസ്റ്റ് ആശയമൊക്കെ നല്ലതാ. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഭരിക്കുന്നത് ആരോ അവരുടെ അടിമകളാണ് ജനങ്ങൾ. അതാണ് കമ്മ്യൂണിസ്റ്റിന്റെ ഒരു സിദ്ധാന്ത നയം. കേരളത്തിലും അത് തന്നെയല്ലേ ഇവര് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് നാടിനോടോ വീടിനോടോ രാജ്യത്തിനോടോ കൂറുള്ളവരല്ല. അവർക്ക് വേണ്ടുന്നത് ആകെ എന്താണ്? ഭരണമാണ്. ഭരണം കിട്ടണം. അത് വിട്ട ഒരു കളിക്കും അവര് നിൽക്കില്ല. ഭരണം പിടിച്ചെടുക്കാൻ അതിന് ഏതൊക്കെ അറ്റം തറപ്പണിയുണ്ടോ അത് മുഴുവനും ഇവര് ചെയ്ത് കൂട്ടുകയും. അപ്പം അത്തരം തറപ്പണികളുടെ ആ തന്തയില്ലാ തരത്തിന്റെ എന്താണ് തന്തയില്ലാ തരം എന്ന് പറയുന്നത്? നാം ഭരിക്കുന്ന ഈ നാടിനോട് യാതൊരുവിധ സ്നേഹവും ഇല്ലാത്ത ഏതവനാണെങ്കിലും അവന് തന്ത ഉണ്ടോ? തന്തയില്ലാത്തവനല്ലേ? ഈ നാടിനോട് ഏതെങ്കിലും വിധത്തിൽ സ്നേഹമുള്ള, ഈ നാട്ടുകാരെ സ്നേഹിക്കുന്ന ഒരു ഭരണകൂടമാണ് ഈ നാട്ടിൽ ഭരിക്കുന്നതെങ്കിൽ ഇത്തരം തെമ്മാടിത്തരങ്ങൾ ഈ നാട്ടിൽ ഇവന്മാര് ചെയ്തു കൂട്ടുമോ? ആ തെമ്മാടിത്തരത്തിന്റെ ഭാഗമല്ലേ എവിടെയോ കിടക്കുന്ന ഇരപ്പാളികളെ മുഴുവനും ഈ നാട്ടിലേക്ക് വലിച്ചു കയറ്റി കൊണ്ടുവന്നിട്ട് ഈ നാട്ടിൽ ഒരു കലാപം ഉണ്ടാക്കി ആ കലാപത്തിലൂടെ ഇവന്മാര് വീണ്ടും അധികാരത്തിൽ കയറി പറ്റുവാനുള്ള ഈ തെമ്മാടിത്തരത്തിന് എന്ത് പേരാണ് വിളിക്കേണ്ടത്? അപ്പൊ ഈ നെറി കെട്ടവന്മാർ ആരെയാണ് നശിപ്പിക്കുന്നത്? നാടിനെ മാത്രമാണോ? ഈ നാട്ടിലെ ജനങ്ങളെ മാത്രമാണോ? ഇവന്മാര് നശിപ്പിക്കുന്നത് മുഴുവനും തലമുറകളെയാണ്, വരും തലമുറകളെയാണ്.
അപ്പൊ ആ തലമുറകളെ നശിപ്പിക്കുന്ന ഈ എറണംകെട്ട കമ്മ്യൂണിസ്റ്റ് ഭരണമെന്ന് നശിച്ച സിദ്ധാന്തത്തെ നാം തലയിലേക്ക് നടക്കുക എന്ന് പറയുമ്പോ മലയാളിയുടെ തലയിൽ ആ ചെഗുവേരയുടെ കഞ്ചാവ് ചുരുട്ടല്ലാതെ മറ്റു വല്ലതും ഉണ്ടോ? എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്? തെമ്മാടികൾ ഭരിക്കുന്ന നാട്ടിൽ തെമ്മാടി തരമല്ലാതെ എന്തെങ്കിലും നല്ല കാര്യം നടക്കുമോ? ആരെയെങ്കിലും ഇവിടെ നന്നാകാൻ സമ്മതിക്കുമോ? എന്താണ് ഇവർ ഈ നാട്ടിൽ ചെയ്തു കൂട്ടുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇതിൻ്റെതായ പ്രതിഫലനം തലമുറകൾ അനുഭവിക്കേണ്ടുന്നതായ ഒരു കർമ്മഗതിയിലേക്ക് ഈ ഭരണകൂടം ഈ നാട്ടിലെ ജനങ്ങളെയും തലമുറകളെയും കൊണ്ടുചെന്ന് എത്തിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഈ നിശബ്ദത പാലിക്കുവാൻ? നിങ്ങൾ എന്താണ് ഇത്രത്തോളം നിശബ്ദ പാലിക്കുവാൻ ഇരിക്കുന്നത്? ഈ നിശബ്ദത പാലിക്കുന്നവർ ആരുടെയെങ്കിലും എന്തെങ്കിലും അച്ചാരം വാങ്ങിയിട്ടുണ്ടോ? ഈ നാട്ടിൽ നടക്കുന്നതായ അനീതികളും അക്രമങ്ങളും ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഈ നാട്ടിലെങ്ങും ആളെ കിട്ടാത്തത് കൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റിൻ്റെതായിട്ടുള്ള ഈ ഭരണകൂടത്തിന്റെ ഈ നെറികെട്ടവന്മാരുടെ സ്വഭാവം തിരിച്ചറിഞ്ഞ മലയാളി ഇപ്പോൾ അല്പസ്വല്പം പിന്മാറിയിരിക്കുകയാണ്. അപ്പോൾ മലയാളിയെ കിട്ടാത്തത് കൊണ്ട് ഇവന്മാരിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കിടക്കുന്ന തെമ്മാടികളെ ഈ നാട്ടിലേക്കും ഇറക്കുമതി ചെയ്യും. അതിലൂടെ ഈ നാടിനെ ഏതെങ്കിലും തെമ്മാടിത്ത വൽക്കരണ സ്വഭാവത്തിലൂടെ അവരുടേതായ സ്വാർത്ഥതയുടെ അവന്മാരുടേതായ സ്വാർത്ഥ ചിന്താഗതിയുടെ ഒന്നാക്കി മാറ്റുവാൻ, ഈ നാടിനെ ഒന്നുമല്ലാതാക്കുവാൻ അവരെ ഈ കമ്മ്യൂണിസ്റ്റ് നരഭോജികൾ കിണഞ്ഞു ശ്രമിക്കുകയാണ്. തലമുറകൾ പാടുപെട്ടാ പോലും തീരാത്തത്ര ദുരന്തങ്ങളാണ് ഈ വറ്റകൾ ഈ നാടിൽ ചെയ്തു വച്ചേക്കുന്നത്. എവിടെ നിന്ന് വന്നു? ആര് വന്നു? ആര് വന്നാലും ഇവിടേക്ക് കയറ്റി കിടത്തുകയാണ്. ഇതിന്റെ പ്രതിഫലനം നാളെ ഈ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഭക്ഷണമോ വെള്ളമോ വസ്ത്രമോ പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് ഈ നാറിക്കൂട്ടങ്ങൾ ഈ നാടിനെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു. ഇതൊക്കെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണം. ഓരോ സ്ഥലങ്ങളിലും ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡ് അടിസ്ഥാനത്തിൽ ആര് എവിടെ എന്തൊക്കെ എന്തിനു വേണ്ടി വന്നു, എവിടെ ജോലി ചെയ്യുന്നു, ഏതൊക്കെ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നു, അവരുടെ എല്ലാം ഐഡന്റിഫിക്കേഷൻ ഇവരുടെ എല്ലാ സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോയി എടുക്കേണ്ടുന്ന ബാധ്യതയുള്ളവരാണ് ഈ നാട്ടിലെ ഉദ്യോഗസ്ഥന്മാർ. അവരെന്തിനാണ് കാശ് ഭാവിച്ചിട്ട് വീട്ടിൽ പോയിരിക്കുന്ന പണിയെടുക്കാണ്ട്? ഈ പണിയൊക്കെ ചെയ്യാനല്ലേ അവര് പണം വാങ്ങുന്നത്? നിങ്ങൾ എത്ര പേരുടെ ഐഡന്റിറ്റി പ്രൂഫ് നിങ്ങൾ ശരിയാക്കിയിട്ടുണ്ട്? ആരുടെയൊക്കെ എവിടെയൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ പോയിട്ടുണ്ട്? അവരുടെ ആരുടെയെങ്കിലും ഐഡന്റിറ്റി പ്രൂഫ് നിങ്ങൾ റെഡിയാക്കിയിട്ടുണ്ടോ? ഈ ഉദ്യോഗസ്ഥന്മാർ ശമ്പളം വാങ്ങിച്ച് വീട്ടിൽ പോയിരിക്കുന്നതാണോ നിങ്ങളുടേതായ മാന്യത എന്ന് പറയുന്നത്?
നിങ്ങളുടെ ജോലി നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഓരോ ബസ് സ്റ്റോപ്പുകളിൽ ചെന്ന് നിങ്ങൾ അവിടെ നിൽക്കുന്ന ആ അന്യസംസ്ഥാന തൊഴിലാളികളുടേതായ ഐഡന്റിഫിക്കേഷൻ നിങ്ങൾ വെരിഫൈ ചെയ്യേണ്ടവരല്ലേ? എന്തുകൊണ്ട് ചെയ്യുന്നില്ല നിങ്ങള്? പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ഉദ്യോഗം എന്ന് പറഞ്ഞ് സർക്കാരിന്റെ അല്ല ജനങ്ങളുടെ നികുതി പണത്താൽ ശമ്പളം വാങ്ങി ജീവിക്കുന്ന നിങ്ങളുടേതായ ഉത്തരവാദിത്വം നിങ്ങൾ നിറവേറ്റുന്നുണ്ടോ? ഓരോ തൊഴിൽശാലകളിൽ ചെന്നിട്ട്, ഓരോ സ്ഥലങ്ങളിൽ ചെന്നിട്ട്, ഈ നാടിന്റെ മുക്കിനും മൂലയിൽ നിങ്ങൾ ചെന്നിട്ട് ആരൊക്കെയാണ് അവിടെ വന്നിട്ടുള്ളത്, എന്തൊക്കെ ജോലിയാണ് അവർ ചെയ്യുന്നത്, എവിടെയൊക്കെയാണ് ജോലി ചെയ്യുന്നത്, അന്വേഷിക്കട്ടെ. നിങ്ങളിത് അന്വേഷിച്ചോ? എന്താ അന്വേഷിക്കാഞ്ഞ? എന്താ അന്വേഷിക്കാഞ്ഞ? നിങ്ങള് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഐഡന്റിറ്റി പ്രൂഫ് നിങ്ങൾ പ്രസിദ്ധീകരിക്കട്ടെ. പ്രസിദ്ധീകരിച്ചോ? ഇന്ന സ്ഥലത്ത് ഇത്ര അന്യസംസ്ഥാന തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നുണ്ട്, അവർ കിടക്കുന്നത് ഇന്നടത്താണ്, ഇന്ന സ്ഥലങ്ങളിലാണ് അവർ വർക്ക് ചെയ്യുന്നത്, പണിയെടുക്കുന്നത്, ഇന്ന് ഇത്ര പേര് ഇന്ന സ്ഥലങ്ങളിൽ നിന്ന് വന്നു, ഇത്ര പേര് ഇവിടെ നിന്ന് ഇന്ന് അങ്ങോട്ട് പോയി. നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ, ബസ് സ്റ്റോപ്പുകളിൽ, പണിയെടുക്കുന്ന സ്ഥലങ്ങളിൽ, മറ്റ് ഈ അന്യ സംസ്ഥാനത്തുള്ള ആളുകൾ തടിച്ചുകൂടുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി നിങ്ങൾ അവരുടേതായ ഐഡന്റിറ്റി വെരിഫൈ ചെയ്യേണ്ടവരല്ലേ? അത് ചെയ്യാത്തതല്ലേ ഈ നാട്ടിന്റെ ഇന്നത്തെ ഈ ഗതികേടെന്ന് പറയുന്നത്? നിങ്ങൾ ഉദ്യോഗസ്ഥന്മാർ ഇതൊക്കെ ചെയ്യേണ്ടവരല്ലേ? അതിനി ആരാണ് ഇനി അതിന്റെ പുറകെ ഇനി വേറെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിങ്ങള് കാശ് വാങ്ങിച്ച് തിന്നാൻ മാത്രം ഇരുന്നാ മതിയോ? പണിയെടുക്കണ്ടേ? എവിടെയെങ്കിലും പോയി കിടന്നിരുന്നാ മതിയോ? അങ്ങനെ നിങ്ങൾ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ചോദിച്ച കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണ് മറുപടി തരാനുള്ളത്? നിങ്ങൾ എവിടെ പോയാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുള്ളത്? തിരിച്ചറിയൽ കാർഡ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? എവിടെയാണ്, എത്ര പേരാണ് പണിയെടുത്തിട്ടുള്ളത്, പണിയെടുക്കുന്നത്? എവിടുന്നാണ് ഈ ആളുകൾ വരുന്നത്? ആരാണ് ഇവരുടെ ഏജന്റ്? ആരാണ്? ഒരു ഏജന്റ് എന്താണെന്ന് ഉണ്ടാവുമല്ലോ, ആ ഏജന്റ് ആരാണ്? അവരെയൊക്കെ കണ്ടെത്തേണ്ടുന്ന ചുമതല ആർക്കുള്ളതാണ്? ഒരു പണിയെടുക്കാതെയാണോ ശമ്പളം വാങ്ങിച്ച് നിങ്ങൾ തിന്നുന്നത്? ഞാൻ ഒരു മനുഷ്യ വിരോധിയൊന്നുമല്ല. ഓരോ നാടിൻ്റെയും ഓരോ സംസ്കൃതി, ആ സംസ്കൃതിക്ക് അനുസൃതമായിട്ടുള്ള കാര്യങ്ങളെ നടക്കാവൂ. കേരളത്തിൽ അതാണോ നടക്കുന്നത്? എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല ഇവിടുത്തെ ഭരണകൂടങ്ങള്? എന്താണ് അന്വേഷിക്കാത്തത്? നിങ്ങൾ ഓരോ ബസ് സ്റ്റോപ്പിൽ പോകാറുണ്ടോ? പണിയെടുക്കുന്ന സ്ഥലങ്ങളിൽ പോകാറുണ്ടോ? റെയിൽവേ സ്റ്റേഷനുകളിൽ പോകാറുണ്ടോ? അവിടെ തുറമുഖങ്ങളിൽ, ബോട്ടുകളിലും കപ്പലുകളിലും ഒക്കെ വന്നിറങ്ങുന്ന ആളുകളെ നിങ്ങൾ അവരുടെ ഐഡന്റിറ്റി പ്രൂഫ് നിങ്ങൾ വെരിഫൈ ചെയ്യാറുണ്ടോ? മലയോരങ്ങളിലും വനകാന്തരങ്ങളിലും ഒക്കെ അടിഞ്ഞുകൂടി കിടക്കുന്നതായി ഇത്തരം രാജ്യദ്രോഹികളെ നിങ്ങൾ എന്തുകൊണ്ട് കണ്ടെത്തുന്നില്ല? അവര് ഈ മാർഗത്തിലൂടെ, ഉടായ്പിലൂടെ ഈ നാട്ടിലേക്ക് കടന്നു കയറുമ്പോൾ നിങ്ങളൊക്കെ എവിടെ പോയി കിടന്ന് ഉറങ്ങുകയാണ്? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്?
ഈ നാടിന്റെ ക്രമസമാധാനം താറുമാറാക്കി ഈ രാജ്യത്തെ ഈ നാട്ടിലെ ജനങ്ങളെ നശിപ്പിച്ച് ഒന്നടങ്കം നശിപ്പിച്ച് ആ ചോര കുടിച്ച് മതിച്ച് ജീവിക്കുന്ന എറം കെട്ട ചെകുത്താന്മാരാണോ നിങ്ങള്? അത്രയ്ക്കും വലിയതായിട്ടുള്ള ഒരു ദുരന്തമാണ് ഈ നാട്ടിൽ വരാൻ പോകുന്നത്. നിങ്ങൾ ഇനിയും ഒരു ഉണർന്നു നിങ്ങൾ ഇത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇത് മുഖേന വന്നുപെടുന്നതായിട്ടുള്ള ദുരന്തങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ തലമുറകളെ പോലും ബാധിക്കുന്ന വിഷയമാണ്. ഇന്ന് നിങ്ങൾ കണ്ണടച്ച് അവിടെ ഇരുന്നോളൂ. നാളെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നു കയറുന്ന ദുരന്തത്തെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത്.